ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിലെ ചോദ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായി പേജ് നമ്പർ 41 ഒരു ചോദ്യമുണ്ട്, അതും കൂടി ഒന്ന് ചെയ്യാം. ചുവടെയുള്ള ചിത്രങ്ങളിൽ വൃത്തത്തിലെ ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോൺ കാണിച്ചിട്ടുണ്ട്. ഓരോ ചിത്രത്തിലും ചാപം വൃത്തത്തിൻ്റെ മറ്റു രണ്ട് ബിന്ദുക്കളിൽ ഉണ്ടാക്കുന്ന കോണുകൾ കണക്കാക്കുക. ഇൻ ഈച്ച് പിക്ചർ ബിലോ ദ സെൻട്രൽ ആംഗിൾ ഓഫ് എൻ ആർക്ക് of a circle is shown. In each calculate the angle which the arc make at the other 2 points. ഇതാണ് രണ്ട് ചിത്രങ്ങൾ തന്നിരിക്കുന്നത്. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രത്തിൽ ഇവിടെ ഒരു കോണ് തന്നിട്ടുണ്ട്, ഇവിടെയും കോണ് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുള്ള രണ്ട് കോണുകളാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കേന്ദ്രകോണിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ എന്തായിരിക്കും, പകുതിയായിരിക്കും മറുകോണിൽ ഉണ്ടാക്കുന്ന കോണെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ കോൺ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യം തന്നെ പേരുകൾ കൊടുക്കാം. എ, ഒ, ബി, സി, ഡി. നമുക്ക് എ, ഒ, ബി അറിയാം. അപ്പോൾ ആംഗിൾ എ, ഒ, ബി ഈക്വൽ ടു 100 ഡിഗ്രി. നമുക്കിനി എ, സി, ബി കാണാം. ആംഗിൾ എ, സി, ബി എന്തായിരിക്കും? 100ൻ്റെ പകുതി 100/2 സമം 50 ഡിഗ്രി. ഇവിടെ കിട്ടി 50 ഡിഗ്രി. ഇനി നമുക്ക് ഇവിടുത്തെ കോണ് കണ്ടുപിടിക്കണം. അതായത് ഈ കോണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ മറുകോൺ അറിയണം. ഇപ്പോൾ നോക്കി നോക്കൂ, ഇതൊരു സർക്കിൾ രൂപത്തിലാണ്. അപ്പോൾ സർക്കിൾ ആണെങ്കിൽ മൊത്തം ആംഗിൾ സം എത്രയായിരിക്കും? 360 ഡിഗ്രിയാണ് വരിക. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ 360 ഈ 100 കുറച്ചാൽ മതി. അപ്പോൾ 360 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി എത്രയാണ് കിട്ടുക? 260 ഡിഗ്രി കിട്ടി. ഓക്കെ, ഈ കിട്ടി. ഇനി നമുക്ക് ഈ കോണ് കണ്ടുപിടിക്കണം. നേരത്തെ പറഞ്ഞു, കേന്ദ്രകോണിൻ്റെ പകുതി ആയിരിക്കും ഈ കോൺ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന കോണ് എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന കോണ്. അപ്പോൾ എ ഡി ബി, ആംഗിൾ എ ഡി ബി ഈക്വൽ ടു 260/2. 260ൻ്റെ പകുതി 130 ഡിഗ്രി ആയിരിക്കും ഈ കോണ്. നമ്മുടെ ഈ രണ്ട് കോണുകളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആ രണ്ട് കോണും കിട്ടി, 50ഉം 130 ഡിഗ്രി. അതേപോലെ ഈ ചോദ്യം നോക്കാം. ഈ ചോദ്യത്തിൽ എ, ബി, സി, ഡി, ഒ പേര് നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് കോണുകളാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ കോണ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ 240 ആണ്. 240ൻ്റെ പകുതി ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ നമുക്ക് എഴുതാം എ ഡി സി, ആംഗിൾ എ ഡി സി ഈക്വൽ ടു ഇത് എത്രയാണ്? 240, അതിൻ്റെ പകുതി. അപ്പോൾ 240 ഡിഗ്രി ബൈ 2. 240ൻ്റെ പകുതി 120 ഡിഗ്രി. അപ്പോൾ ഇത് കിട്ടി 120 ഡിഗ്രി. നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം, ഇവിടുത്തെ കേന്ദ്രകോണ് അറിയണം. അപ്പോൾ കേന്ദ്രകോണ് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഇത് മൊത്തം 360 ആണ്. അപ്പോൾ ഈ കോണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 360 ഈ 240 ആംഗിൾ കുറച്ചാൽ മതി. അപ്പോൾ 360 ഡിഗ്രി മൈനസ് 240 ഡിഗ്രി എത്രയാണ് കിട്ടുക? 120 ഡിഗ്രി. അപ്പോൾ ഈ കോണ് കിട്ടി 120 ഡിഗ്രി. ഈ കേന്ദ്രകോണിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന കോണ്. അപ്പോൾ എ ബി സി, ആംഗിൾ എ ബി സി സമം ഇവിടെ എത്രയാണ്? 120. ഈ ആംഗിൾ ഇതിൻ്റെ പകുതി 120 ഡിഗ്രി ബൈ 2 സമം 60 ഡിഗ്രി. ഈ രണ്ട് ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇവിടെ 120 ഡിഗ്രി കിട്ടി, ഇവിടെ എത്ര കിട്ടി? 60 ഡിഗ്രിയും കിട്ടി. ഇനി പേജ് നമ്പർ 46 ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ക്ലോക്കിലെ 1, 4, 8 എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരയ്ക്കുന്നു. എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ജോയിനിങ് ദ നമ്പേഴ്സ് 1, 4, 8 ഓൺ എ ക്ലോക്ക് ഫേസ്. എന്നാൽ രണ്ട് ചോദ്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. രണ്ടാമത്തെ ചോദ്യം, ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച്
എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? ഹൗ മെനി ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ് ക്യാൻ വി മേക്ക് ബൈ ജോയിനിങ് ദ നമ്പേഴ്സ് ഓൺ എ ക്ലോക്ക് ഫേസ്? അപ്പോൾ ഇതൊരു സർക്കിളാണ്, ക്ലോക്ക് സർക്കിളാണ്. ആ ക്ലോക്കിൽ 12 മുതൽ 1 വരെ നമുക്കറിയാം എത്ര മിനിറ്റ് വീതമുണ്ട്. 1, 2, 3, 4 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് 1 വരുന്നത്. മൊത്തം 5 മിനിറ്റ് വീതമാണ് ഓരോ സംഖ്യകൾക്കിടയിലും ഉണ്ടാവും. നിങ്ങൾക്ക് അറിയണ്ടാവും 12 മുതൽ 1 വരെ 5 മിനിറ്റ്, 1 മുതൽ 2 വരെ 5 മിനിറ്റ് 5 മിനിറ്റ് വീതമാണ് ഉണ്ടാവുക. അങ്ങനെ ക്ലോക്ക് മൊത്തം കറങ്ങി വരുമ്പോൾ എത്ര മിനിറ്റ് ഉണ്ടാവും? 60 മിനിറ്റാണ് ഉണ്ടായിരിക്കുക. എത്ര മിനിറ്റാണ്? 60 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളോട് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താ? ഈ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. അതായത് ഈ 3 കോണുകൾ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 12 മുതൽ 1 വരെ എത്ര മിനിറ്റാണ്? 5 മിനിറ്റാണ്. അപ്പോൾ ഓരോ മിനിറ്റിലും എത്ര ആംഗിൾ വീതമാണ് ഉണ്ടാവുക നമുക്ക് കണക്കാക്കണം. ആ കണക്കാക്കാൻ വേണ്ടിയിട്ട് മൊത്തം എത്രയാണ്? 360 ഡിഗ്രി വരും അല്ലേ? ആ 360 ഒരു മിനിറ്റിൽ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കറങ്ങി ഇതുവരെ എത്തുമ്പോൾ എത്ര മിനിറ്റാണ്? 60 മിനിറ്റാണ് അല്ലേ? 1 മണിക്കൂർ പറഞ്ഞാൽ 60 മിനിറ്റ്. അപ്പോൾ 1 മിനിറ്റിൽ ഉണ്ടാവുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ ടോട്ടൽ സർക്കിളിൻ്റെ ആംഗിൾ 360നെ 60 ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടുക? 0യും 0യും ക്യാൻസലായി പോയി. 6 × 6 36. അപ്പോൾ 1 മിനിറ്റിൽ, 5 മിനിറ്റിലല്ല, 1 മിനിറ്റിൽ എത്രയാണ് ആംഗിൾ ഉണ്ടാവുക? 6 ഡിഗ്രിയാണ് ഉണ്ടാവുക. അപ്പോൾ 1 മിനിറ്റിൽ 6 ഡിഗ്രി. 12 മുതൽ 1 വരെ എത്ര മിനിറ്റ് ഉണ്ട്? 5 മിനിറ്റ് ഉണ്ട് അല്ലേ? 12 മുതൽ 1 വരെ 5 മിനിറ്റ്, 1 മുതൽ 2 വരെ 5 മിനിറ്റ്, 2 മുതൽ 3 വരെ 5 മിനിറ്റ്. അപ്പോൾ നമുക്ക് കിട്ടി 1 മിനിറ്റിൽ 6 ഡിഗ്രി. ഇനി നമുക്ക് 5 മിനിറ്റിൽ, അതായത് 5 മിനിറ്റ് പറയുമ്പോൾ 1 മുതൽ 2 വരെ എത്ര മിനിറ്റാണ്? 5 മിനിറ്റ് ഉണ്ടാവും. അപ്പോൾ 1 മുതൽ 2 വരെ ഒന്ന് ആംഗിളായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മുതൽ 2 വരെ, അതായത് ഇത്രയും ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? 1 മിനിറ്റിൽ 6 ഡിഗ്രി. അപ്പോൾ 5 മിനിറ്റിൽ കണ്ടുപിടിക്കുക എങ്ങനെയാണ്? 5 ഇൻറ്റു 1 മിനിറ്റിൽ എത്രയാണ്? 6 ഡിഗ്രി. അപ്പോൾ 5 ഇൻറ്റു 6 ഡിഗ്രി എത്ര ഡിഗ്രി? 5 ഇൻറ്റു 6 30 ഡിഗ്രി വരും 5 മിനിറ്റിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ത്രികോണത്തിലെ 3 കോണുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ കണ്ടുപിടിക്കുന്ന സമയത്ത് ആദ്യം ഈ ഭാഗമാണ് വരുന്നത്. 1, 8, 4. ഈ 4, 1, 8, 4 ഈ 3 സംഖ്യകളിൽ കൂട്ടിച്ചേർക്കുമ്പോൾ 3 ആംഗിൾസ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ആംഗിൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഈ ആംഗിൾ കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് 5 മിനിറ്റിൽ കിട്ടി 30 ഡിഗ്രിയാണ്. അപ്പോൾ 1 മുതൽ 4 വരെ ഈ 1 മുതൽ 4 വരെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ഭാഗം എത്ര മിനിറ്റ് ആണെന്ന് നോക്കണം. അപ്പോൾ 1 മുതൽ 2 വരെ 5 മിനിറ്റ്, 2 മുതൽ 3 വരെ 10, 3 മുതൽ 4 വരെ 15 മിനിറ്റ് അല്ലേ? നമുക്കറിയാം 1 മിനിറ്റിൽ 6 ഡിഗ്രി, 15 മിനിറ്റിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ 15 മിനിറ്റിൽ 15 ഇൻറ്റു 1 മിനിറ്റിൽ എത്രയാണ്? 6 ഡിഗ്രി. അപ്പോൾ 15 ഇൻറ്റു 6 ഡിഗ്രി, 15 ഇൻറ്റു 6 90 ഡിഗ്രി. ഒന്നും കൂടി പറയാം. നമുക്കറിയാം 1 മിനിറ്റിൽ 6 ഡിഗ്രി. അപ്പോൾ നമുക്ക് 1, 4, 8 ഈ 3 സംഖ്യകളാണ് യോജിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 1 മുതൽ 4 വരെ ഇത്രയും ഭാഗം എത്രയാണ് ആംഗിൾ വരിക എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം 1 മുതൽ 2 വരെ 5 മിനിറ്റ്, 2 മുതൽ 3 വരെ 5 മിനിറ്റ്, 3 മുതൽ 4 വരെ 5 മിനിറ്റ്, ടോട്ടൽ 15 മിനിറ്റ്. നമുക്കറിയാം 1 മിനിറ്റിൽ 6 ഡിഗ്രി, 15 മിനിറ്റിൽ കണ്ടുപിടിക്കാൻ 15 ഇൻറ്റു 6 90 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ കിട്ടി 90 ഡിഗ്രിയാണെന്ന്. അപ്പോൾ നമുക്കറിയാം ഒരു ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണോ വരുന്നത് അതിൻ്റെ ഇവിടെ എത്രയാണോ വരുന്നത് അതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. എത്രയാണ് സെൻട്രൽ ആംഗിൾ? അതിൻ്റെ പകുതി അല്ലേ? അപ്പോൾ ഇവിടെ 90 അപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റീവ്, അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഇവിടെ എത്രയായിരിക്കും? ആംഗിൾ അറ്റ് 8. ഇവിടെ 90 അപ്പോൾ അതിൻ്റെ പകുതി. അപ്പോൾ എത്ര വരും? 45 ഡിഗ്രി. അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ അറ്റ് 8. 8ലെ കോൺ
സമം സെൻട്രൽ ആംഗിൾ 90 അതിൻ്റെ പകുതി. അപ്പോൾ 90 ഡിഗ്രി ബൈ 2 സമം 45 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടി. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി. ഇനി നമുക്ക് ഇവിടുത്തെയും കണ്ടുപിടിക്കണം, ഇവിടുത്തെയും കണ്ടുപിടിക്കണം. അതിനായിട്ട് ഇത്രയും ഭാഗത്ത് നമുക്ക് കിട്ടി. എത്രയാണ്? 15 മിനിറ്റ് കണ്ടുപിടിച്ച് ഇനി ഓരോ സൈഡിലും നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്തത്? അതിൻ്റെ ഓപ്പോസിറ്റ് പിന്നെ സെൻട്രൽ ആംഗിളിൻ്റെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പകുതി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സെൻട്രൽ ആംഗിൾ ഏതാ? ഇത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിന് നേർ പകുതി ഇവിടെ എടുത്താൽ മതി. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഈ ഭാഗം എത്ര മിനിറ്റാണ് വരിക എന്ന് നോക്കണം. അപ്പോൾ നോക്കി നോക്കാം. 1, 4, 8. അപ്പോൾ 8 മുതൽ 1 വരെ. അപ്പോൾ നോക്കി നോക്കാം. 8 × 9 1, 5 മിനിറ്റ്, 10, 15, 20, 25 മിനിറ്റ്. ഇത്രയും ഭാഗം 25 മിനിറ്റാണ് കിട്ടുക. അപ്പോൾ നമുക്കറിയാം 1 മിനിറ്റിൽ 6 ഡിഗ്രിയാണ്. അപ്പോൾ 25 മിനിറ്റിൽ കണ്ടുപിടിക്കണമെങ്കിൽ 25 ഗുണിച്ചാൽ മതി. അപ്പോൾ 25 മിനിറ്റിൽ കണ്ടുപിടിക്കാൻ 25 × 6 ഡിഗ്രി. 25 × 6 150 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടി. ഈ സെൻട്രൽ ആംഗിൾ വന്ന് 150 ഡിഗ്രി. 150 ഡിഗ്രി. അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് എത്രയായിരിക്കും? ഈ ആംഗിളിൻ്റെ പകുതി. അപ്പോൾ ആംഗിൾ അറ്റ് 4 ഈക്വൽ ടു 150 ബൈ 2. 150 ബൈ 2 75 ഡിഗ്രി. അത് കിട്ടി. നോക്കി നോക്കൂ. നമുക്കിതാ ഈ ആംഗിൾ 45, ഈ ആംഗിൾ ഇപ്പോൾ കിട്ടി 75 ഡിഗ്രി. ഇതൊരു ട്രയാങ്കിളാണ്. ട്രയാങ്കിളിലെ സം എപ്പോഴും 180 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ ഇനി കണ്ടുപിടിക്കാൻ 45ഉം 75ഉം തമ്മിൽ കൂട്ടിയിട്ട് 180 എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം ആംഗിൾ അറ്റ് 1 കോൺ. അപ്പോൾ ആദ്യം 45 പ്ലസ് 75 ചെയ്യുക. 120 കിട്ടും. 75 പ്ലസ് 45. 10 0 ബാക്കി 1, 8 4 12. അപ്പോൾ 120 ഡിഗ്രി. എവിടുത്തെ ആംഗിൾ 1 120 കിട്ടിയതിൻ്റെ അതിനെ എത്രയെന്ന് കുറയ്ക്കണം? 180 കുറയ്ക്കണം. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി. കുറച്ച് എത്ര കിട്ടുക? 0, 8 2 പോയ 6, 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ 1 കോൺ എത്രയാണ്? 60 ഡിഗ്രി. അപ്പോൾ ചിത്രം ഒന്നുകൂടി വരച്ചു നോക്കാം നമുക്ക്. ഇതാണ് ട്രയാങ്കിൾ എങ്കിൽ ഇത് 1, 4, 8. 1 60 ഡിഗ്രി, 8 45 ഡിഗ്രി, 4 75 ഡിഗ്രി. ഇനി നമ്മുടെ രണ്ടാമത് ചോദ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ക്ലോക്കിലെ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇത് നമ്മളിപ്പോൾ ചെയ്തത് ഒന്നാമത്തെ ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്ത് തീർത്തത്. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ എങ്ങനെയാണ് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം എന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു സർക്കിളാണ്. ആ സർക്കിളിൽ സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആകണമെങ്കിൽ ഓരോ ആംഗിൾ എത്ര ഡിഗ്രി ആവണം? 60 ഡിഗ്രി വീതമാകണം അല്ലേ? അപ്പോൾ 60 ഡിഗ്രി വീതം ആവണമെങ്കിൽ എത്ര ആംഗിൾ വന്നാലാണ് 60 ഡിഗ്രി ആവുക നമുക്കറിയില്ല. എത്ര മിനിറ്റ് വരുമ്പോഴാണെന്ന്. ഓക്കെ, അപ്പോൾ എത്ര മിനിറ്റ് വരുമ്പോഴാണ് 60 ഡിഗ്രി നമ്മൾ യോജിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കറിയാം 1 മിനിറ്റിൽ 6 അല്ലേ? 1 മിനിറ്റിൽ 6 ഡിഗ്രി. ഇനി നമുക്ക് 60 ഡിഗ്രിയാണ് വരേണ്ടത്. അപ്പോൾ 60 ഡിഗ്രി വരണമെങ്കിൽ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് എത്ര കിട്ടേണ്ടത്? 60 ഡിഗ്രി വരിക എന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയും ഈ 3 ആംഗിളും 60 വരണമെങ്കിൽ അതിൻ്റെ സെൻറ്റർ ആംഗിളുകൾ എത്ര വരേണ്ടി വരും? ഇവിടെ 60. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ആംഗിൾ എത്ര വരണം? 120 അല്ലേ? ഇത് 60 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരണം? 120. ഇതിൻ്റെ ഇരട്ടി ഇവിടെ എത്ര വരും? 120 ഡിഗ്രിയാണ് വിധം. ഓരോ ട്രയാങ്കിളിൻ്റെയും സെൻട്രൽ ആംഗിളുകൾ 120 ഡിഗ്രി വരണം. അപ്പോൾ 120 ഡിഗ്രി വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 120 ഡിഗ്രിയാണ് വരേണ്ടത്.
അപ്പോൾ എത്ര മിനിറ്റിലാണ് നമുക്ക് 60 ഡിഗ്രി വരേണ്ടതെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 120 കണ്ടുപിടിക്കാൻ 120 ഡിഗ്രീനെ എത്ര ഇട്ട് ഹരിക്കുക? ഒരു മിനിറ്റിൽ 6 ഡിഗ്രി ഇട്ട് ഹരിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 20 കിട്ടും. അപ്പോൾ ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴായിരിക്കും എത്ര 60 ഡിഗ്രി വെച്ചിട്ട് ആംഗിളായിട്ട് വരിക. ഒരു മിനിറ്റിൽ 6 ഡിഗ്രി. നമുക്ക് എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് എത്ര കിട്ടേണ്ടത്? 60 കിട്ടേണ്ടത് നോക്കണം. അപ്പോൾ നമുക്കറിയാം ഓരോ ആംഗിളും 60 വരണമെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ ഇരട്ടി എടുക്കുക, 120 ഡിഗ്രി വീതം വരണം. അപ്പോൾ 60 ഡിഗ്രി വരാൻ എത്ര മിനിറ്റ് ഉണ്ടാവും എന്ന് കണ്ടുപിടിക്കാൻ 120നെ ആ ഒരു മിനിറ്റിൽ 6 ഡിഗ്രി ആയിട്ട് ഹരിക്കുക. അപ്പോൾ 20 മിനിറ്റ് കിട്ടും. ഇനി ഓരോ 20 മിനിറ്റും തമ്മിൽ യോജിപ്പിച്ചാൽ മതി. ഈ ചിത്രത്തിലേക്ക് നോക്കി നോക്കൂ. 20 മിനിറ്റുകൾ വരണമെങ്കിൽ അപ്പോൾ ഒന്നും തുടങ്ങിയെങ്കിൽ ഒന്നെടുത്ത് ഒരു ആംഗിള് ഒന്നെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എത്ര 20ലേക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നിൽ തുടങ്ങി. അപ്പോൾ 20 മിനിറ്റ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ 1 2 5 10 15 20 5-ലെത്തുമ്പോഴാണ് 20 മിനിറ്റ് ആവുക. അപ്പോൾ 1 5. ഇനി നമുക്ക് എത്ര മിനിറ്റ് വേണം? 20 മിനിറ്റ്. അപ്പോൾ 5 ഇവിടുന്ന് എണ്ണാം. 5 10 15 20 മിനിറ്റ്. 9-ലെത്തുമ്പോഴാണ് അടുത്ത 20 മിനിറ്റ് വരുന്നത്. അപ്പോൾ 1 5 9 ഈ 3 സംഖ്യകൾ യോജിപ്പിച്ചാൽ എന്ത് കിട്ടും? ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, 1 5 9. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? ക്ലോക്കിൽ നോക്കൊണ്ട് തന്നെ പറയാം. 1 കഴിഞ്ഞ അടുത്ത സംഖ്യ എത്ര നമ്മൾ എടുക്കുക? 2. അപ്പോൾ ഇവിടെ 5 ആണെങ്കിൽ അടുത്തത് 6, 9 ആണെങ്കിൽ അടുത്തത് 10. ഇനി ഇവിടെ 2 എടുത്തു. അടുത്ത 20 അടുത്ത സംഖ്യ എത്ര എടുക്കുക? 3. അടുത്ത 20 മിനിറ്റ് എത്രയായിരിക്കും? 7. അടുത്തത് 11. അടുത്ത 20 മിനിറ്റിൽ വരുന്ന അടുത്ത 4 അടുത്തത് എത്രയായിരിക്കും? 8 12. അടുത്തത് നമ്മൾ വരുമ്പോൾ 4 എത്രയായിരിക്കും? 1 വരും. 4 കഴിഞ്ഞാൽ 5 വരും. 8 9 വരും. 12. പിന്നെ നമ്മൾ 1 എടുക്കുക ക്ലോക്കിൽ. ഈ നമ്പർ ഓൾറെഡി ഫസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ഓർഡർ ഇല്ലെന്നുള്ളൂ, അതേ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ അതങ്ങനെ കുഴപ്പമില്ല, റിപ്പീറ്റേഷൻ ആണ്. അപ്പോൾ അത് എഴുതണ്ട. അപ്പം മൊത്തം 4 രീതിയിൽ ഈക്വലേറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് രണ്ടാമത്തേൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഡ്രോ എൻ ഈക്വലേറ്റർ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ. പരിവൃത്തം 3.5 സെൻറ്റിമീറ്റർ ആയ ഒരു സമഭുജ ത്രികോണം വരയ്ക്കുക. അപ്പോൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? സർക്കിളിൻ്റെ ഉള്ളിൽ അല്ലേ. അപ്പോൾ സർക്കിൾ വരച്ചു. എത്ര സമഭുജ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താ? ഓരോ കോണും 60 ഡിഗ്രി വരണം അല്ലേ. 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിളിൻ്റെയും സെൻറ്റർ ആംഗിൾ എത്രയായിരിക്കും? 60ൻ്റെ ഇരട്ടി. എത്ര? 120. ഇവിടെ 120, ഇവിടെയും 120 ഡിഗ്രി വരണം. അപ്പോൾ ആദ്യം നമുക്ക് എത്ര പറഞ്ഞിരിക്കുന്നത്? 3.5 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് വരേണ്ടത്. അപ്പോൾ ആദ്യം ഒരു സ്കെയിൽ എടുക്കുക, അതേപോലെ തന്നെ കോമ്പസ് എടുക്കുക. എടുത്ത ശേഷം 3.5 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. 3.5 സെൻറ്റിമീറ്റർ അളന്നെടുക്കുക. ഒരു സർക്കിൾ വരയ്ക്കുക. ആ സർക്കിൾ വരച്ച ശേഷം സെൻറ്റർ മാർക്ക് ചെയ്യുക. 3.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. അപ്പോൾ പ്രൊട്ടാക്ടർ എടുക്കുക, സർക്കിളിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക. എത്ര ഡിഗ്രി മാർക്ക് ചെയ്യുക? 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. സർക്കിൾ സെൻറ്ററുമായിട്ട് കൂട്ടി യോജിപ്പിക്കുക. എത്ര കിട്ടും? 120 ഡിഗ്രി കിട്ടും. ഇനി സർക്കിളിൻ്റെ ഈ നമുക്ക് ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യ സൈഡ് കിട്ടി. ഈ 2 സൈഡും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ആദ്യത്തെ വശം കിട്ടി. ഇനി ഇപ്പോൾ വരച്ച സർക്കിളിൻ്റെ ഈ വശമില്ലേ, അവിടെ വീണ്ടും സെൻറ്ററിൽ പ്രൊട്ടാക്ടർ വയ്ക്കുക. 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. വീണ്ടും സർക്കിൾ സെൻറ്ററുമായിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇത് 120 ഡിഗ്രി ഉണ്ടാവും, ഈ ഭാഗവും 120 ഡിഗ്രി ഉണ്ടാവും. ഇനി ബാക്കി 2 ഭാഗങ്ങൾ കൂട്ടി യോജിപ്പിക്കുക. ഇതായിരിക്കും പറഞ്ഞ ത്രികോണം, ഈക്വലേറ്റർ ട്രയാങ്കിൾ ആയിട്ട് വരിക. ഇനി ഈ ഭാഗത്തെ ബാക്കി ചോദ്യങ്ങളായി ഉടൻ തന്നെ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുവരേക്കും ബായ്.